ബംഗളൂരു ഹൈദരാബാദ് അതിവേഗ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിക്ക് കർണാടക മന്ത്രിസഭ തത്വത്തിൽ അംഗീകാരം നൽകിയതോടെ ദക്ഷിണേന്ത്യയിലെ ഗതാഗത രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുങ്ങുകയാണ്. കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിക്കപ്പെട്ട ഈ മഹത്തായ പദ്ധതിയുടെ ഭൂമി ഏറ്റെടുക്കൽ, പാതയുടെ കൃത്യമായ രൂപരേഖ, സ്റ്റേഷനുകളുടെ സ്ഥാനം എന്നിവ സംബന്ധിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതിനാൽ പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുകയാണ്. നിർദ്ദേശിക്കപ്പെട്ട അതിവേഗ റെയിൽ ഇടനാഴി പ്രവർത്തനം ആരംഭിച്ചാൽ നിലവിൽ ബംഗളൂരുവിനും ഹൈദരാബാദിനും ഇടയിലുള്ള യാത്രാസമയം ഏകദേശം 2 മണിക്കൂറായി ചുരുങ്ങുമെന്ന് കണക്കാക്കപ്പെടുന്നു. ഇപ്പോഴുള്ള സാധാരണ ട്രെയിൻ സർവീസുകൾക്ക് 8 മുതൽ 19 മണിക്കൂർ വരെ എടുക്കുന്ന സാഹചര്യത്തിൽ ഈ മാറ്റം യാത്രക്കാരുടെ സമയം ലാഭിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കും. വിമാനയാത്രകൾക്ക് സമയം കുറവാണെങ്കിലും എയർപോർട്ട് ചെക്ക് ഇൻ, സുരക്ഷാ പരിശോധനകൾ, ബോർഡിംഗ് നടപടികൾ, വൈകിപ്പോകൽ തുടങ്ങിയ ഘടകങ്ങൾ യാത്രയുടെ ആകെ ദൈർഘ്യം കൂട്ടുന്നു. അതിനാൽ തന്നെ ബുള്ളറ്റ് ട്രെയിൻ വരുന്നതോടെ വേഗതയും സൗകര്യവും ഒരേപോലെ ഉറപ്പുള്ള യാത്രാമാർഗം ലഭ്യമാകും. ഏകദേശം 626 കിലോമീറ്റർ ദൂരമുള്ള ഈ അതിവേഗ പാത കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നീ 3 സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോകും. ഇതിലേകദേശം 101 കിലോമീറ്റർ ദൂരം കർണാടകയുടെ പരിധിയിലാണ് ഉൾപ്പെടുന്നത്. കർണാടകയിൽ 3 പ്രധാന സ്റ്റേഷനുകളാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഗൗരിബിദനൂർ താലൂക്കിലെ അലിപുര, കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപമുള്ള ദേവനഹള്ളി, ബംഗളൂരു റൂറൽ ജില്ലയിലെ കോടിഹള്ളി എന്നിവ. വിമാനത്താവളത്തോട് ചേർന്നുള്ള ദേവനഹള്ളി സ്റ്റേഷൻ യാത്രക്കാരുടെ വിമാന റെയിൽ ബന്ധം മെച്ചപ്പെടുത്താൻ സഹായിക്കും. അതേസമയം ഭാവിയിൽ നിർദ്ദേശിക്കപ്പെടുന്ന ബംഗളൂരു ചെന്നൈ അതിവേഗ പാതയുമായി ബന്ധിപ്പിക്കപ്പെടുന്ന സാഹചര്യത്തിൽ കോടിഹള്ളി ഒരു പ്രധാന ഇന്റർചേഞ്ച് ഹബ്ബായി മാറാൻ സാധ്യതയുണ്ട്. ഇത് നിരവധി അതിവേഗ റെയിൽ പാതകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന ഗതാഗത കേന്ദ്രമായി വളരാൻ ഇടയാക്കും. കർണാടകയ്ക്ക് പുറത്തായി ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലുമായി നിരവധി പ്രധാന നഗരങ്ങളിലൂടെ ഈ പാത കടന്നുപോകും. മഹബൂബ് നഗർ, കുർനൂൽ, അനന്തപൂർ, ഹിന്ദുപൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ സ്റ്റോപ്പുകൾ ഉൾപ്പെടുത്താനാണ് പദ്ധതി. മൊത്തത്തിൽ 3 സംസ്ഥാനങ്ങളിലായി ഏകദേശം 12 സ്റ്റേഷനുകൾ ഈ ഇടനാഴിയിൽ ഉണ്ടാകുമെന്നാണ് പ്രാഥമിക കണക്കുകൾ സൂചിപ്പിക്കുന്നത്. സാങ്കേതികമായി ഈ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി മണിക്കൂറിൽ 380 കിലോമീറ്റർ വരെ രൂപകൽപ്പന ചെയ്ത പരമാവധി വേഗതയും ഏകദേശം 320 കിലോമീറ്റർ പ്രവർത്തന വേഗതയുമാണ് ലക്ഷ്യമിടുന്നത്. നിലവിലുള്ള റെയിൽ പാതകളിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ പ്രത്യേക ട്രാക്കുകളിലൂടെയും ഉയർത്തിയ എലിവേറ്റഡ് കോറിഡോറുകളിലൂടെയുമായിരിക്കും ഈ സർവീസ് പ്രവർത്തിക്കുക. ഇതിലൂടെ ഗതാഗത തടസ്സങ്ങളും ലെവൽ ക്രോസിംഗുകളും ഒഴിവാക്കി സുരക്ഷിതവും തടസ്സരഹിതവുമായി യാത്ര ഉറപ്പാക്കാൻ കഴിയും. പദ്ധതിയുടെ വിശദമായ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. ഹൈദരാബാദ് ബംഗളൂരു റൂട്ടിനായുള്ള പ്രാഥമിക സർവേ പഠനങ്ങൾ RITES ലിമിറ്റഡ് ഇതിനകം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഈ വർഷം സെപ്റ്റംബർ മുതൽ 2027 മാർച്ച് വരെയുള്ള കാലയളവിൽ DPR പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പാതയുടെ തുടക്കസ്ഥാനം ഹൈദരാബാദിലെ ശംഷാബാദ് പ്രദേശത്ത് നിന്ന് ആരംഭിക്കണമെന്ന നിർദ്ദേശവും തെലങ്കാന സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ഘട്ടത്തിൽ പദ്ധതിയുടെ ഏറ്റവും വലിയ വെല്ലുവിളി ഭൂമി ഏറ്റെടുക്കലാണ്. വേഗത്തിൽ നടപടികൾ പൂർത്തിയാക്കുന്നതിനും വിവിധ അനുമതികൾ നേടുന്നതിനുമായി കർണാടക സർക്കാർ ഒരു നോഡൽ ഓഫീസറെ നിയമിക്കാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. സംസ്ഥാന അടിസ്ഥാന സൗകര്യ വികസന വകുപ്പ് മന്ത്രി MB പാട്ടീൽ ഈ പദ്ധതിക്ക് സർക്കാർ പൂർണ്ണ പിന്തുണ നൽകുമെന്നും വ്യക്തമാക്കി. പദ്ധതി യാഥാർത്ഥ്യമായാൽ ബംഗളൂരുവിനും ഹൈദരാബാദിനും ഇടയിലുള്ള ദൂരമെന്ന ആശയം തന്നെ മാറിപ്പോകും. IT, വ്യവസായ, വിദ്യാഭ്യാസ മേഖലകളിൽ വൻ വളർച്ചയ്ക്ക് ഇത് വഴിയൊരുക്കും. കൂടാതെ ദൈനംദിന യാത്രകൾ, ബിസിനസ് സന്ദർശനങ്ങൾ, വിനോദസഞ്ചാര യാത്രകൾ എന്നിവ കൂടുതൽ എളുപ്പമാവുകയും ദക്ഷിണേന്ത്യയിലെ പ്രധാന നഗരങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക സാമൂഹിക ബന്ധം കൂടുതൽ ശക്തിപ്പെടുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.